അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവും. അതുകൊണ്ട് എക്സാം അപ്ലൈ ചെയ്തവരെല്ലാം കാലണ്ടറിന്റെ PDF നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ എക്സാമിന്റെയും സിലബസ് നിങ്ങൾക്ക് ഇതിനകത്തെല്ലാം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 10,000, 530, 14,000. അതേപോലെ ആനിമൽ ഹസ്ബൻഡറി മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് മെക്കാനിക്കൽ ഐ ടി MMB അതേപോലെ ഐ ഡീസൽ മെക്കാനിക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ്. അതേപോലെ തന്നെ കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ 247/5. വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ കേരള PSC ഏപ്രിൽ മാസത്തെ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തു. നമുക്ക് ഓൾറെഡി PSC ഒരു ആനുവൽ കലണ്ടർ തന്നിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏപ്രിൽ മാസം കേരള PSC ടെക്നിക്കൽ എക്സാമുകൾ ഏതൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ നമുക്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് എക്സാമുകൾ ഈ ഒരു ഏപ്രിൽ മാസം വരുന്നുണ്ട്. എസ്പെഷ്യലി ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, ITI ഡിപ്ലോമ കഴിഞ്ഞ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരുപാട് എക്സാമുകൾ ഈ ഒരു ഏപ്രിൽ മാസം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ ഏതൊക്കെ എക്സാമുകളാണ് നമ്മുടെ മുന്നിലേക്ക് ഏപ്രിൽ മാസം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്, ഏതൊക്കെ കാറ്റഗറി കോഡ്, അതേപോലെ എക്സാം ഡേറ്റ് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ എക്സാമുകൾ എഴുതാനായിട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ആണ് നോക്കേണ്ടത്. നമുക്ക് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെ ഈ ഒരു എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എക്സാം എഴുതാൻ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവുള്ളൂ. അതുകൊണ്ട് എക്സാം അപ്ലൈ ചെയ്തവരെല്ലാം ഇൻ ബിറ്റ്വീൻ ദീസ് ഡേറ്റ്സ് തന്നെ എന്താ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നമുക്ക് ഫെബ്രുവരി 20 വരെയാണ് ഏപ്രിൽ മാസത്തെ എക്സാമുകൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. അപ്പോൾ അവസാന തീയതിയിലേക്ക് പോകാതെ തന്നെ മാക്സിമം എല്ലാവരും തന്നെ ഫെബ്രുവരി ആദ്യ ആഴ്ചകളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം ഏതൊക്കെ എക്സാമുകളാണ് കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേരള PSC മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് മെക്കാനിക്കൽ ഐ ടി MMB അതേപോലെ ഐ ഡീസൽ മെക്കാനിക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ അല്ലെ. കാറ്റഗറി നമ്പർ 128/2023 വിളിച്ച മെക്കാനിക്കൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാം, അതായത് പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലെ വെഹിക്കിൾ സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആയിട്ട് വിളിച്ചതാണ്. അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ 8-നാണ്. ഏപ്രിൽ 8 ഞായറാഴ്ചയാണ് ആ ഒരു എക്സാം വന്നിരിക്കുന്നത്. നമുക്കറിയാം ITI MMB അല്ലെങ്കിൽ ITI ഡീസൽ മെക്കാനിക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, അതേപോലെ തന്നെ ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ മെക്കാനിക്കൽ കംപ്ലീറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അവിടെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ, നമുക്ക് ഹൈറ്റ്, ചെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ മാൻഡേറ്ററി ആണ്. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം ഏപ്രിൽ 8-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഈ എക്സാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് 7,740 ഉദ്യോഗാർത്ഥികളാണ്. അപ്പം ആ ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും 2 മാസം, ഇപ്പൊ ഏപ്രിൽ മാസത്തെ എക്സാമിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് സിലബസ്, ഓരോ എക്സാമിന്റെയും സിലബസ് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു സിലബസിനെ ബേസ് ചെയ്ത് തന്നെ പഠിക്കാൻ നമുക്ക് 2 മാസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ ഏപ്രിൽ മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും നമുക്ക് മിനിമം 2 മാസമുണ്ട്. അപ്പൊ അതിന്റെ സിലബസ് കേരള PSC കലണ്ടറിനോടൊപ്പം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നമ്മുടെ എക്സാം കാലണ്ടറിന്റെ PDF നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ എക്സാമിന്റെയും സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ ആ ഒരു സിലബസ് കവർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ITI കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ട്രേഡ്സ്മാൻ തസ്തിക വിളിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ട്രേഡ്സ്മാൻ പോസ്റ്റ് ഇലക്ട്രോണിക്സിലെ 427/2023 കാറ്റഗറി നമ്പർ വിളിച്ചതാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് തന്നെയായിരുന്നു. അതിന്റെ എക്സാം വന്നിരിക്കുന്നത് ഏപ്രിൽ 12-നാണ്. ഏകദേശം 16,305 ആപ്ലിക്കൻസ് ആണ് അവിടെ ഉള്ളത്. ആപ്ലിക്കൻസിന്റെ എണ്ണം 16,035 ആണ്. ഇലക്ട്രോണിക്സിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ഒരു പോസ്റ്റ് ആണ്. നമുക്കറിയാം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ടെക്നിക്കൽ ട്രേഡ്സ്മാൻ. അതിന് പ്രൊമോഷൻ ട്രേഡ്സ്മാൻ, ഇൻസ്ട്രക്ടർ, അങ്ങനെ നമുക്ക് പ്രൊമോഷനൊക്കെ മുകളിൽ പോകാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രേഡ്സ്മാൻ തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ അതിലെ ഇലക്ട്രോണിക്സിലെ ട്രേഡ്സ്മാൻ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ 12-നാണ്. ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് 16,035 ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കും. അതേപോലെ തന്നെ മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സ്, അതായത് ITI കംപ്ലീറ്റ് ചെയ്ത, ഫിറ്റർ ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത, അതേപോലെ മെക്കാനിക്കൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കെല്ലാം
കേരള വാട്ടർ അതോറിറ്റിയിലെ ഫിറ്റർ തസ്തികയിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് പോസ്റ്റ് നമുക്ക് വന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തൊരു കോമൺ എക്സാം തന്നെയാണ് കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 19-നാണ് ആ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിറ്റർ ട്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ രണ്ട് എക്സാമുകളും നല്ല രീതിയിൽ തന്നെ എഴുതാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലാണ് കേരള വാട്ടർ അതോറിറ്റി ഫിറ്റർ പോസ്റ്റിലേക്കും 253/2023 കാറ്റഗറി നമ്പർ വിളിച്ചതാണ്. അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ട്രേഡ്സ്മാൻ ഫിറ്റർ പോസ്റ്റിലേക്ക് 420/2020. അപ്പൊ ഈ രണ്ട് കാറ്റഗറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോമൺ എക്സാം ആണ് കേരള PSC ഏപ്രിൽ മന്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഡേറ്റ് നോക്കിയിരിക്കുക, ഏപ്രിൽ 19 ഫ്രൈഡേ ആണ് നമുക്ക് എക്സാം വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആണ്. അപ്പൊ അതിൽ കേരള വാട്ടർ ഫിറ്റർ ട്രെയിനിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 11,761 ആണ്. അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് 14,451 ആണ്. അപ്പൊ ഇത്ര ആപ്ലിക്കൻസ് ആണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ മാക്സിമം ഫെബ്രുവരി 20 മുന്നേ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഞാൻ പറഞ്ഞു, കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രൊഫൈലിൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് എക്സാം ഡേറ്റിന് ഒരു 2 വീക്സ് മുന്നേ വരികയുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോസ്റ്റിലേക്കും ഒരു കോമൺ എക്സാം തന്നെയാണ് കേരള PSC ഏപ്രിൽ 19 ഷെഡ്യൂൾ ചെയ്തത്. ഓക്കെ, അതേപോലെ തന്നെ നമ്പർ പോസ്റ്റ് നമുക്കറിയാം, ഒരു കോമൺ എക്സാം തന്നെയാണ് ഈ മൂന്ന് പോസ്റ്റുകളിലേക്ക്. കാറ്റഗറി നമ്പർ 039/2023, കാറ്റഗറി നമ്പർ 190/2023, കാറ്റഗറി നമ്പർ 430/2023. ഈ മൂന്ന് കാറ്റഗറി നമ്പറിലേക്ക് പ്ലംബർ പോസ്റ്റ് വിളിച്ചിരുന്നു. അതായത് കേരള ടൂറിസം ആൻഡ് ഡെവലപ്മെന്റിലേക്കുള്ള പ്ലംബർ പോസ്റ്റ്, കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള പ്ലംബർ പോസ്റ്റ്, അതേപോലെ തന്നെ ട്രേഡ്സ്മാൻസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ട്രേഡ്സ്മാൻ പ്ലംബിംഗ് പോസ്റ്റ്. ഈ മൂന്ന് എക്സാമുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോമൺ എക്സാം തന്നെയാണ് കേരള PSC ഏപ്രിൽ 22 തിങ്കളാഴ്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയിട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 22-നാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം നടക്കുന്നത്. അതായത് നമുക്ക് ITI പ്ലംബർ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ, ഡിപ്ലോമ മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഉള്ളൊരു നല്ല അവസരം തന്നെയാണ്. അപ്പോൾ ഒരുപാട് എക്സാമുകൾ നമുക്ക് ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട്. ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കോമൺ എക്സാം വരുന്നുണ്ട്, പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കോമൺ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സിലബസുകൾ നമുക്ക് എന്താ കേരള PSC എക്സാം കലണ്ടറിനോടൊപ്പം തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ സിലബസിനെ ബേസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റിലെ പ്ലംബർ പോസ്റ്റിലേക്ക് ഏകദേശം 4088 ആപ്ലിക്കൻസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ കേരള വാട്ടർ അതോറിറ്റി പ്ലംബർ പോസ്റ്റിലേക്ക് 7471 ആപ്ലിക്കൻസ് ആണ്. അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ട്രേഡ്സ്മാൻ പ്ലംബർ പോസ്റ്റിലേക്ക് 7982 പോസ്റ്റ്. അപ്പം നിയർലി 7000 റേഞ്ച് തന്നെയാണ് അവിടെ ഒരു പ്ലംബർ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കൻസ് എണ്ണം വന്നിരിക്കുന്നത്. സോ ഈ ഒരു എക്സാം, ഇതിന് 3 പോസ്റ്റിലേക്കുള്ള ഒരു കോമൺ എക്സാം കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 22-നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ITI കറസ്പോണ്ടിങ് ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിപ്ലോമ ബിടെക് മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSC ഏപ്രിൽ മാസത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എക്സാമുകൾ പ്ലംബർ പോസ്റ്റിലേക്കുള്ള എക്സാമുകളുണ്ട്, അതേപോലെ തന്നെ ഫിറ്റർ ട്രേഡ് പോസ്റ്റിലേക്കുള്ള എക്സാമുകളുണ്ട്, അതേപോലെ തന്നെ മെക്കാനിക്കൽ പോലീസ് കോൺസ്റ്റബിൾ എക്സാമുകളുണ്ട്, അതേപോലെ ഇലക്ട്രോണിക്സുകാർക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാം. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൂപ്പൺ എക്സാം ആണ്. ഒരുപാട് എക്സാമുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്ത് ഒറ്റ എക്സാം എന്നുള്ള രീതിയിലാണ് അത് ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 058/2023 കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഇലക്ട്രീഷ്യൻ പോസ്റ്റ്, അതേപോലെ കാറ്റഗറി നമ്പർ 186/2023 പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 പോസ്റ്റ്, അതേപോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റ് കാറ്റഗറി നമ്പർ 195/2023. അതേപോലെ തന്നെ കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ 247/2023 കാറ്റഗറി നമ്പറിൽ, അതേപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റ് 254/2023. അതേപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 265/2023. അത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്, എറണാകുളം ഡിസ്ട്രിക്ട്, വയനാട് ഡിസ്ട്രിക്ട്, കാസർഗോഡ് ഡിസ്ട്രിക്ട്. അതേപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് 417/2023. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രേഡ്സ്മാൻ പോസ്റ്റ്, എല്ലാ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ള എക്സാമുകൾ ഏപ്രിൽ മന്ത് തന്നെ ഷെഡ്യൂൾ വന്നു. നമ്മൾ മെക്കാനിക്കൽ കണ്ടു, ഇലക്ട്രിക്കൽ കണ്ടു, ഇലക്ട്രോണിക്സ് കണ്ടു, അതേപോലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രിക്കൽ വിങ്ങിലെ ലൈൻമാൻ പോസ്റ്റ് 533/2023. ഇതെല്ലാം സ്റ്റേറ്റ് വൈഡ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ITI ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമുകൾ എല്ലാം തന്നെ
കോമൺ എക്സാം 25/4/2020 ഏപ്രിൽ 25-നാണ് കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു 2023. ആ എക്സാമുകളെല്ലാം ചേർത്ത് ഒരു കോമൺ എക്സാം തന്നെയാണ് കേരള PSC ഏപ്രിൽ 25-ലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോമൺ എക്സാം നടക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഇതിന്റെ എല്ലാം സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സിലബസ് ഓൾറെഡി കേരള PSCയുടെ ഏപ്രിൽ മാസത്തെ കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ 2 മാസം ഒന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഏതെങ്കിലും ഒക്കെ ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് 2 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ട് എല്ലാവരും എന്ത് ചെയ്യാൻ നോക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരം തന്നെയാണ്. ഇത്രയും എക്സാമുകൾ ഇത്രയും പോസ്റ്റിലേക്കുള്ള എക്സാമാണ് ഒരു കോമൺ എക്സാം ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ സാധിക്കും. വേക്കൻസികൾ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 10,530, 14,000. അതേപോലെ ആനിമൽ ഹസ്ബൻഡറി ഇലക്ട്രീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് 1,759, 7393. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എല്ലാം 11,522. അതേപോലെ ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് ട്രിവാൻഡ്രം അവിടെ 3,000, 4,000 റേഞ്ചിലാണ് ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത്. അതേപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രൈബ്സ്മാൻ പോസ്റ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ട്രൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അല്ലെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള. അതുകൊണ്ട് തന്നെ അവിടെ ആപ്ലിക്കൻസിന്റെ എണ്ണം എപ്പോഴും കൂടുതൽ തന്നെയാണ്. ഏകദേശം 18,577 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാം നമുക്ക് ഏപ്രിൽ 25-നാണ് നമ്മുടെ കേരള PSC എന്ത് ചെയ്തിരിക്കുന്നത്, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ടെക്നിക്കൽ കാറ്റഗറിയിൽ കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എക്സാമുകൾ. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ആ കൺഫർമേഷൻ എത്രയും വേഗം തന്നെ ഓപ്പൺ ആവുമ്പോൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എൻഡ് ഡേറ്റ് ഫെബ്രുവരി 20-ആണ് കൺഫർമേഷൻ കൊടുക്കാനുള്ളത്. മാക്സിമം എല്ലാവരും എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക. നമുക്ക് എൻട്രിയിൽ ഈ പറയുന്ന കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല നമ്മുടെ ഈ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള PDF കാര്യങ്ങളും ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കൽ എക്സാമിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതേപോലെ എഞ്ചിനീയറിംഗ് സ്കിൽ ജോബ്സ് RRB JEE കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, അതേപോലെ ഓരോ കോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സ്ആപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. Until then, thank you. Take care.